പണ്ടൊക്കെ ഞാനേ നോക്ക് ഉടുപ്പിനെ 4 മണിക്ക് എനിക്ക് നിർമ്മാലയം തൊരാൻ ഒരാമൂർത്തി ക്ഷേത്രത്തോളം ക്ഷേത്രം അവിടെ പോയിരുന്നു രാവിലെ നട തുറക്കണതും ഞാൻ എൻ്റെ നടയിൽ നിൽക്കും. പിന്നെ എന്നാ ഈ അമ്പലത്തിൽ പോക്ക് നിർത്തിയിട്ട് ഷാപ്പി പോക്ക് തുടങ്ങിയത്? ഷാപ്പി പോക്ക് തുടങ്ങിയ രാജ്യം എന്ന് പറയണ്ട, അത് ഈ നമ്മൾ ഈ കമ്പനികളല്ലേ അവരെല്ലാം കൂടെ കൂടുമ്പോൾ ഷാപ്പി അത്രേ ഉള്ളൂ. അതിന് നല്ല മിടുക്കാണല്ലോ. അതിനുശേഷം അമ്പലത്തിൽ പോക്കില്ല അല്ല ഭവാനി. അമ്പലം വലുതാണെങ്കിലും പൂരം കൂടുതൽ. ഇവിടുന്ന് 1/2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. എനിക്ക് ഈ പണ്ടത്തെ പോലെ നടക്കാനൊന്നും വയ്യ. ഇന്നാ നാളെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. പണ്ട് ഞങ്ങള് ചോനറത്തലേന്ന് പുതുക്കാട്ട് അമ്പലം വരെ നടന്നു പോകും. ചിറ്റമ്മയുടെ മോള് രാധികയും രാധേച്ചിയുടെ മോള് കലയൊക്കെ കാണും. ഞങ്ങളെല്ലാരും കൂടെ ഒരു പോക്കുണ്ട്. എൻ്റെ ദൈവമേ, അവിടുത്തെ വിശേഷം എന്താണെന്നറിയോ? തൃക്കാർത്തിക. പക്ഷെ 4-5 കിലോമീറ്റർ നടക്കണം. പക്ഷെ അന്ന് അതൊന്നും ഒരു പാടല്ലെന്നേ. അതെന്തര്, ഞാൻ പണ്ട് ശിവാലയ ഓട്ടം പോലും. ശിവാലയ ഓട്ടത്തിന് പോയ എൻ്റെ കുഞ്ഞി എത്ര അമ്പലങ്ങൾ നമ്മൾ കയറി ഇറങ്ങുന്നറിയോ? അതൊക്കെ ഒരു കാലം. കുട്ടനന് ചുമ കുറവുണ്ടാ? എന്തോന്ന് ചുമ? മരുന്ന് കഴിച്ചപ്പോ ഇച്ചിരി കുറഞ്ഞു. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ പറമ്പി നിൽക്കുന്നെന്ന്. അധ്വാനി എന്ന് പറഞ്ഞ അങ്ങനാണ് അധ്വാനി. ഇതൊരു വല്ലാത്ത അധ്വാനം തന്നെ. ഒരു നേരം വെറുതെ ഇരിക്കത്തില്ല. ഭവാനി, ഞാനേ അടുത്ത മാസം നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരാം. വരും. നീ കൊറേ കാലം കൊണ്ട് പറയുന്നു. നിനക്ക് ഇവിടെ വരാൻ സമയമുണ്ടല്ലോ, നിനക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല. പറയുമ്പോ ഓരോ ന്യായങ്ങള്. നിനക്ക് നിന്റെ ചെറുക്കനെ കണ്ടാ മതിയല്ലോ. അതല്ലെന്ന്, ഇവിടെ വരുമ്പോ പിള്ളേരെയൊക്കെ കാണുമ്പോഴേ എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ വരുമ്പോ സന്തോഷം ഇല്ലെന്ന്? അല്ല, അങ്ങനല്ല. പിള്ളേരെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞതല്ലേ. ഇവിടുത്തെ എന്തൊരു സന്തോഷം കുറവ്? എന്തോ അവിടെ എന്തൊരു സന്തോഷത്തിന്റെ കുറവെന്ന്? എന്താണ് രണ്ടാമത് രാവിലെ അമ്പലത്തിൽ പോയാ? ഞാൻ രാവിലെ എണ്ണീച്ച് വരാന്തലോട്ട് എന്നപ്പോഴേ ശങ്കരൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു അമ്പലത്തിൽ പോകാൻ വരുന്നോന്ന്. ശങ്കരൻ തമ്പി റെഡി. എന്ത് പറ്റി? നന്നായ മാനസാന്തരപ്പെട്ടോ മിസ്റ്റർ ശങ്കരൻ തമ്പി? എന്താണ് ഇവിടെ ഒരു ചർച്ച? രണ്ടാളുടെ രാവിലത്തെ അമ്പലത്തിൽ പോയിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള കൊച്ചു വർത്താനം ഒന്ന് കാണാനെന്ന് എന്റെ മമ്മായെ വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. ഇവരുടെ സാധാരണ അടിയണ്ട വിചാരിക്കും ഇവർ ആജന്മ ശത്രുക്കളാണത്. ചുമ്മാ വെറുതെ നമ്മുടെ കണ്ണില് പൊടിയാണ് അഭ്യാസം. നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് ഇവിടെ വീണ്ടും ഉണക്കുകളൊന്നും ഉണ്ടാക്കിപ്പിക്കല്ലേ. പിന്നെ രാവിലെ നമുക്ക് അതല്ലേ പണി. ഒന്ന് പോമാമ. മോളെ ശങ്കരി അല്ല ഗൗരി. ഗൗരിയും ചങ്കരിയൊക്കെ ഒന്ന് തന്നെ. മോളെ, നിനക്കറിയാമോ, കുട്ടേണനും ഭവാനി എന്റെ കൂടെ പറമ്പുകളാ. എന്റെ അമ്മേ, രാത്രി ഒരു തന്നെ പറഞ്ഞാ മതിയായിരുന്നു. കൊച്ചേ, നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ നിൽക്കുമെന്നോ? അല്ല അമ്മൂമ്മേ. എന്നാ പ്രസാദം കഴിക്ക്. അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. കുളിയൊക്കെ പഴയ ഫാഷൻ അല്ലയോ? ഞാൻ കുളിച്ചേ, കുറച്ച് ചന്ദനം. പല്ല് തേച്ചായിരുന്നോ? ചെറുതായിട്ട്. എന്നാ കഴിച്ചോട്ടെ. എടേ, നമുക്ക് നാളെ അമ്പലത്തിൽ പോയാലോ? വൈനോണ്ട്. നീ എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഞാനൊരു 7 ദിവസം കാണും. വലിയ പാടി തന്നെയല്ലേ മക്കളെ? നീ എത്ര ദിവസം കാണുമെന്ന് പറഞ്ഞു? 7 ദിവസം. ഇവിടുന്ന് അടുത്ത് തന്നെ മദ്രാസ് എന്നൊക്കെ പറഞ്ഞത്. മദ്രാസൊക്കെ ഒരു ദൂരമാണോ? ചെന്നൈ എന്ന് പറഞ്ഞാൽ ദേ പോയി ഇതാ വന്നു. ചെന്നൈ? അതെന്ന് തോന്നുന്നു. മദ്രാസിന്റെ പുതിയ പേരാണ് പുപ്പ ചെന്നൈ. നമുക്ക് നാളെ പോവാം. തെറ്റ്. കല്ലൂന് മിഠായാണോ? കല്ലൂന് മിഠായി ആണോ? യെസ്. കല്ലൂന് ഞാൻ മിഠായി വാങ്ങിച്ചു കൊടുത്തായിരുന്നല്ലോ. ആരാ കഴിച്ചേ? അമ്മ, 2 എണ്ണം ഞാൻ കഴിച്ചു എന്നുള്ളത് ശരിയാണ്. ബാക്കി ഫുള്ള് പാറു കഴിച്ചേക്കുന്നത്. പാറുവിന്റെ സ്വഭാവം അറിയാലോ, മിഠായി കിട്ടായി കഴിഞ്ഞാ പിന്നെ. കള്ളി എന്നിട്ട് പറഞ്ഞു കുഞ്ഞു കഴിച്ചോ? കുഞ്ഞിന് മേടിച്ചു തരാം കേട്ടോ മിഠായി. എത്ര മിഠായി വേണം? ഇങ്ങനെ 2 എണ്ണം. പാറുവിനെ പോലെ ആർത്തില്ല, 2 എണ്ണം മതി. 2 എണ്ണം മതി. അപ്പൊ വാങ്ങിച്ചു തരാം കേട്ടോ. നീലമ്മ എടുത്ത് പറ, കുഞ്ഞേയും വാവയും കൂടെ കടയിൽ പോയിട്ട് വാങ്ങിട്ട് വരാന്ന് പറ. ഞങ്ങള് വാങ്ങിട്ട് വരാം. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? കുഞ്ഞിയും വാവയും കൂടി
കടയിൽ പോയിട്ട് മുട്ടായി വാങ്ങിച്ചോണ്ട് വരാൻ പറ. കുഞ്ഞും വാവയും കൂടി ഇപ്പൊ കടയാൻ പോകാൻ പറ്റിയ സന്ദർഭമല്ല, നല്ല മഴയാ പോത്ത്. പിന്നെ വാങ്ങിക്കാം കേട്ടാ. പിന്നെ മഴ തോർന്നു കഴിയുമ്പോ നീലുമ്മ വാങ്ങിച്ചു തരാം, മതിയോ? നമുക്ക് കേശുമാമനെ പറഞ്ഞിടാന്ന് പറ. ആ എന്നാ പിന്നെ കേശവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. അല്ലമ്മ, കേശു ആണെങ്കിൽ ഭയങ്കര ജാടാണ്, രാവിലെ തൊട്ട് ഫോൺ വിളിയൊക്കെയാണ്. എനിക്കറിഞ്ഞൂടെ, എന്തിനാ വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര മോടയൊക്കെ ഇട്ട് നിൽക്കുന്നു. എന്തോ എന്റെ അമ്മ, എന്റെ കയ്യില് സ്റ്റോക്ക് തീർന്നമ്മ. എപ്പോഴും ഈ കഥ പറയാൻ പറഞ്ഞ എന്ത് പറഞ്ഞു കൊടുക്കും? കുഞ്ഞിന്റെ കഥയില്ല, കഥ കഴിഞ്ഞു. നീയും കുഞ്ഞിലും ഇങ്ങനെ തന്നെയായിരുന്നു, എപ്പാ നോക്കിയാലും കഥ പറ കഥ പറ കഥ പറ എന്നും പറഞ്ഞിരിക്കുവായിരുന്നു. ബാ കുഞ്ഞി, നീലമ്മ കഥ പറഞ്ഞുതരാം, മതിയോ? ആ കേശുണ്ടല്ലോ, കേശുവിന്റെ അടുത്ത് പറഞ്ഞാലോ കഥ പറഞ്ഞുതരാൻ? പറയട്ടാ കേശുവേ, കുഞ്ഞിനെ കഥ പറഞ്ഞു കൊടുക്കണേ. പറയാൻ പറ്റിയ സമയം. എന്റെ പൊന്നമ്മായി ഫോൺ രാവിലെ നടന്നിരിക്കണെന്ന്, നെറ്റും കിട്ടണില്ല, കോളും പോകുന്നില്ല, ചുമ്മാ നീയല്ലേ കുറച്ചു മുമ്പ് ഫോൺ വിളിച്ചോണ്ടിരുന്നേ. ആര് ഫോൺ വിളിച്ചോണ്ടിരുന്നു? നീ. അത് കോള് പോകുന്നുണ്ടോ നോക്കിയത് വേണ്ടേ? നീ പോയാ ചുമ്മാ. വലിയ ബിസിയാണോ ഞാൻ? വലിയ ബിസിയാണോ? ഇത് ശരിയാവണ്ടേ? വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടടേ, എന്റെ കുഞ്ഞിനെ ഞാൻ കഥ പറഞ്ഞു കൊടുത്തോളാം. കുഞ്ഞിനെ നീലുമ്മ കഥ പറഞ്ഞു തരട്ടെ. ഇവിടെ എവിടെ ഇന്നോ കുഞ്ഞിനെ എങ്ങനത്തെ കഥയാ വേണ്ടേ? ആനയുടെ കഥ മതിയോ? ആനയുടെ എന്ത് കഥ പറയാം? കുറെ ആനയുടെ പറഞ്ഞിട്ടുണ്ട്. ആനയുടെ കഥ പറയാം. ആനയുടെ കഥ പറയാം. ഒരിടത്തൊരിടത്ത് ഒരു കൂട്ടിയാന ഉണ്ടായിരുന്നു. കഥ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. കൊച്ചിന്റെ അടുത്ത് കഥ പറയുമ്പോ നിനക്ക് കാര്യം പറയാൻ പറ്റില്ലേ? സംഭവം നമ്മുടെ ഈ പാഴൂര് ഒരു പ്രതാപൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ, ചങ്ങനാശ്ശേരിയില് ഷോപ്പൊക്കെ ഇട്ടിരുന്ന്, കോയമ്പത്തൂരൊക്കെ സാധനങ്ങളൊക്കെ പോയി എടുക്കൂലായിരുന്നു. പുള്ളി അവിടെ ഇല്ലേ? പുള്ളി അവിടെ ഇല്ലല്ലോ, പുള്ളി അവിടെ നിന്ന് പോയല്ലോ. എന്താ പോയാ? നമ്പർ കിട്ടാൻ വല്ല വഴി ഉണ്ടായി? നമ്പരൊക്കെ ഒപ്പിച്ചേരാടാ. ഞാനിപ്പോ കൊച്ചിന് കഥ പറഞ്ഞു കൊടുക്കാം. കഥ പറഞ്ഞു കൊടുത്തിട്ട് നമ്പർ മതിയോ? പോട്ടാ, ശരി. അമ്മോയ്, ഈ കഥ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊരു ഒഴുക്കിന് പറയണം, അല്ലെങ്കിൽ അതങ്ങോട്ട് പിടിക്കില്ല, മനസ്സിലായോ? ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. താങ്കൾ ഭയങ്കര ബിസിയുള്ള ഒരാളല്ലേ, താങ്കളെ കാര്യം നോക്ക്. ചെല്ലേ, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോക്കോളാം. പോടാ. അപ്പൊ എനിക്ക് കുറച്ച് ബിസി പരിപാടി ഉണ്ട്. ഓക്കെ ഗൈസ്, ബൈ. രാവിലെ തന്നെ ഭയങ്കര സംഭവമാണല്ലോ ചേച്ചി. പിള്ളേരെ നോക്കണം, ജോലി ചെയ്യണം. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതല്ലേടാ ശ്രീകുട്ട, അത് ഇങ്ങനെ പോകും. നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോകണം. നമ്മളെല്ലാം ബുദ്ധിമുട്ടെന്നും പറഞ്ഞിരുന്ന എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുന്നതൊക്കെ സന്തോഷത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. കാര്യങ്ങളൊക്കെ അറിയാമോ? അറിയാം. നിനക്ക് വിളിച്ചപ്പോ കിട്ടിയാ? എടാ ഒന്നും പറയണ്ട, കുറെ നേരമായിട്ട് ഫോണിൽ ഔട്ട് ഗോയിങ്ങും ഇല്ല, ഇൻകമിങ്ങും ഇല്ല, ഒരുമാതിരി അവസ്ഥ ഇരിഞ്ഞേ. നെറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഓ നില്ല, ഞാൻ വേറെ ആയാലും ഒരാളെ വിളിച്ചു നോക്കട്ടെ. ശരി. അതെ, ഞാൻ അവിടെ കുറച്ച് ബുക്ക് വെച്ചിരുന്നു, കണ്ടിരുന്നോ? ഏത് ബുക്ക്? എന്റെ 12th കുറച്ച് ടെക്സ്റ്റും ഗൈഡും ഒക്കെ. 12th ടെക്സ്റ്റും ഗൈഡും ആണ്, കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ഹലോ മോളെ, കുഞ്ഞാടെ ബുക്ക് കണ്ടിരുന്നോ? സത്യം പറഞ്ഞേ, ഇവിടുത്തെ എല്ലാ സാധനവും ഒളിപ്പിച്ചിരിക്കുന്നത് നീയാണ്. സത്യം പറ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിയുടെ സ്വഭാവം ഒക്കെ അറിയാലോ. സത്യം പറ വെച്ചേ. ഞാൻ ചൂടായില്ല, ഞാൻ കാര്യം ചോദിച്ചതാണ്. ഇങ്ങനെയാണ് കാര്യം ചോദിക്കണേ? ഞാൻ എങ്ങനെ വെച്ചാലും നിനക്കെന്ത് പ്രശ്നം? പിഞ്ചു കൊച്ചിനടുത്ത് ചൂടാ, നിനക്ക് പ്രാന്താ? ഞാൻ ചൂടായില്ല, ഞാൻ കാര്യം ചോദിക്കാം. നീ ഇപ്പൊ എന്തിനാ എന്റെ ചൂടാവുന്നേ? ഒന്നാമത് എന്റെ മൂഡ് ശരിയായിട്ടിരിക്കില്ല, നീ ഇറങ്ങിപ്പോയെ. നിന്റെ മൂഡ് ശരി, ഞാൻ എന്തോ ചെയ്യണം? നീ ഇറങ്ങിപ്പോ. തന്നെ പോണില്ലേ? എന്ത് പോയില്ലെങ്കിൽ പോണം. എന്ന് പോകുന്നു? ഞാൻ എനിക്ക് തോന്നുമ്പോ പോകുന്ന ഇവിടെയൊക്കെ ഉണ്ടല്ലേ. നീയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്, നിനക്ക് പോലെ പറഞ്ഞു വിടണോ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയപ്പോ ഞാൻ വിചാരിച്ച് പാവം കൊച്ചി വരൂ 2 ദിവസം നിനക്ക് ഇറങ്ങി പോണില്ലല്ലോ. എന്റെ വീട് എന്റെ വീട്ടുകാർ, എനിക്ക് തോന്നുമ്പോ ഞാൻ പോകും. നിന്റെ വീടല്ലേടി, ഇത് വാടക വീടാടി. നീ ഇറങ്ങി പോടാ, വേണമെങ്കിൽ. നീ ഇറങ്ങിപ്പൊടി. ശിവ, നീ ചെന്നൈ പോയിട്ട് വന്നതിന് ശേഷം ഒരുപാട് മാറി കേട്ടാ. ഞാൻ എന്തോ മാറിയെന്നാ പറയുന്നേ? നീ കൊറേ മാറി, കാണുന്ന നമുക്കല്ലേ അറിയത്തുള്ളൂ എന്തോ സംഭവം. എന്റെ പൊന്നു ആവശ്യത്തെ കാര്യം
അമ്മ ഇവിടെ എല്ലാം കൂടെ കിടന്ന് അടി ഉണ്ടാക്കണം അമ്മ. എന്ത് ബഹളാണ് ഇത്? ആ കിടന്ന് അടി ഉണ്ടാക്കണം. എന്തോന്ന് എന്തോന്ന് പ്രശ്നം എന്തെന്ന് ഇതൊന്ന് മോളെ കല്ലുവേ കള്ളം പറഞ്ഞ നല്ല അടി ഇട്ടുടേന്ന്. ആ ശിവകുഞ്ഞാ കള്ളം പറയണെന്ന്. നീ കൊച്ചിനെ അടിച്ചതിന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. വരെ ആർക്കും ഒന്നിനും സമയമില്ല. ആ കുഞ്ഞുങ്ങളെ തിരിക്കാൻ പോലും ആർക്കും സമയമില്ല. എല്ലാവർക്കും തല്ലാനങ്ങ് പറ്റുമോ അല്ലേ? എന്തോന്നാണ് ഇവിടെ റൂമിൽ ഇരിക്കാൻ സമ്മതിക്കൂല ആരും. നിന്നോട് ആരാ പറഞ്ഞ മുറി അടച്ചാൽ മുറി അടച്ചല്ല തുറന്നല്ലേ ഇട്ടേക്കണേ. ഓ ഇനിയിപ്പോ അതായിരിക്കും. ആക്ച്വലി ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം? എടാ നിന്നെ കുറച്ച് വിവരമുള്ളല്ലേടാ, എന്നിട്ടാണ് ഈ കിടന്ന് അടി ഉണ്ടാക്കണേ. ഇനി എല്ലാം കൂടെ ലാസ്റ്റ് എന്റെ തലയ്ക്ക് ഒരാളെ പരിപാടി. ഞാൻ എവിടെ പോണു? നീ അടി ഉണ്ടാക്കിട്ട് എവിടെ പോണു? പോണേ, എനിക്ക് വയ്യ അവിടെ നിൽക്കാൻ. സത്യത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം? ശിവാനി കൊച്ചിനെ തല്ലി. ഉപ്പ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കില്ലേട്ടാ. നീ ആദ്യത്തെ ദേഷ്യപ്പെട്ട ശിവ. കാലവാരി തൂക്കി തറ അടിക്കണം. എന്തോ ശ്രീ ഇത്? തൊഴണോ പിടിച്ച് തൊഴണോ? ഡേയ്, അത് ഞാൻ അങ്ങനെ കൊഴപ്പില്ല. എടാ പിന്നെ എന്ത് എന്ത് വല്ല പറ്റിയ കൊഴപ്പില്ല. മാറിക്കണോട് പള്ളിയിട്ട് പിന്നെ നിനക്ക് ദേഷ്യം തീർക്കാനുള്ള പെമ്പിള്ളേര്. നീ എന്റെ മേടിക്കുവേ. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോഴത്തേക്ക് നീ എന്തൊരു തള്ള കൂടെ തള്ളിയത്. ഇല്ലെന്ന് കൊഴപ്പില്ല. പോട്ടെ വെറുതെ റൂമിൽ ഇരുന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വന്നാണ്. നിനക്ക് റൂമിൽ തന്നെ ഇരുന്നാ പോരായിരുന്നാ? എന്തിനാ ഇവിടെ ഓടിക്കറി വന്നത്? ഞാൻ അറിയാതെ തള്ളിയത്. ഇനി ആ പേര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. എന്തിനൊക്കെയോ തുടങ്ങിയ പ്രശ്നം എങ്ങനെയൊക്കെയോ പോയി ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. കൊള്ളാം. എങ്ങനെയൊക്കെ ഉണ്ടായ പ്രശ്നമോ? നീ അല്ലേ കൊച്ചിനെ അടിച്ചത്? അമ്മമ്മ ഞാൻ കൊച്ചിനെ അടിക്കുന്ന അമ്മമ്മ കണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്തുവാ പറഞ്ഞേ? ഇനി കള്ളം പറഞ്ഞാ ഞാൻ നല്ല അടി തരുമെന്നല്ലേ പറഞ്ഞില്ലേ? ഇവളോളെ വരട്ടാൻ വേണ്ടി പറഞ്ഞാണ്. കല്ലുമോള് വന്ന് ഞാൻ മുട്ടായി വാങ്ങി തരാം. ഓ ശരി, ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം കൊച്ചിന് മിഠായി. എല്ലാവർക്കും അടിച്ചടിച്ച് വേണം സ്നേഹം തീർക്കാൻ. സ്നേഹിക്കാൻ അറിയില്ല. സ്നേഹിക്കുന്നതിന് മുമ്പ് ഞാൻ അടി തുടങ്ങും എല്ലാവരും. എവിടെ പോണ്ട? കൊച്ചിനെ കൊണ്ടോടാ അങ്ങോട്ട് ചെല്. മോളെ നീലു, ഓ നല്ല മഴ, ആ ശരീരം മൊത്തം തണുത്തിരിക്കുന്നു. വിറലുണ്ട് മക്കളെ. ഒരു 500 രൂപ തരൂ, ഞാൻ 30 വരെ പോയിട്ട് വരാം. ഞാനതിന് 500 അല്ല 1000 തരാം. ഓ, അത് ആരിനാണ്ട് പോകുമ്പോ. ഇപ്പോഴും ഒരു 500 രൂപ തരികയാണെങ്കിൽ 30 വരെ പോയിട്ട് വരായിരുന്നു. കല്ലിക്കുഞ്ഞി കള്ളിപ്പെണ്ണേ, ആഹാ എവിടെ പോവാ മൂന്നുപേരും കൂടെ? മഴയത്ത് കളിക്കാനോ? മഴയത്ത് കളിക്കാൻ പാടില്ല, പനി വരില്ലേ? വീട്ടിൽ വഴക്ക് പറയില്ലേ? പെട്ടെന്ന് മക്കള് വീട്ടിൽ പോയിക്കോ. ഓടിപ്പോണേ, സൂക്ഷിച്ചു പോണട്ടാ. എന്താണ്? ഒരുപാട് മിഠായി കഴിക്കണോന്നോ? ഒരുപാട് മിഠായി കഴിക്കണ്ട കേട്ടോ. കുറേശ്ശെ മിഠായി കഴിച്ചാ മതിയേ. പിന്നെ പല്ലിന് കേടല്ലേ മിഠായി കഴിക്കുന്നേ? എന്നാന്ന് വയറിന് പ്രശ്നമാവും. എല്ലാം അറിയാട്ടോ, ഇത് കഴിച്ചോണ്ടിരിക്കുമല്ലോ എപ്പോഴും. ആ നീലുമ്മ കുഞ്ഞായപ്പോ മിഠായി കഴിക്കുമായിരുന്നു, ഒരുപാട് മിഠായി കഴിക്കുമായിരുന്നു. മിഠായി അങ്ങനെ എല്ലാരും ഒന്നും വാങ്ങിച്ചു തരത്തില്ല. മിഠായി അങ്ങനെ വാങ്ങിച്ചു തരാറില്ല. അതെന്താ ആരും മിഠായി വാങ്ങി തരാത്ത? മിഠായി വാങ്ങി തരാത്ത പല്ല് കേടാവത്തില്ലേ മിഠായി കഴിച്ചിട്ടുണ്ടെങ്കിൽ? പിന്നെ ഈ കുഞ്ഞു വയറൊക്കെ ചീത്താവത്തില്ലേ പെട്ടെന്ന്? ആ ഒരുപാട് മിഠായി കുഞ്ഞ് കഴിക്കത്തില്ല അല്ലേ? കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളല്ലേ അല്ലേ? അമ്മ കൊച്ചിലെ എന്തൊക്കെ മിഠായി കഴിച്ചിട്ടുള്ള? അമ്മ കൊച്ചിലെ നാരങ്ങ മിഠായി, തേങ്ങ മിഠായി, ഇഞ്ചി മിഠായി, കപ്പലിന്റെ മിഠായി, അങ്ങനെ ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു. പോവാ നമുക്ക്. കൊതിയാ മിഠായി തിന്നാൻ. ഇത്രയൊക്കെ മിഠായി കഴിച്ചിട്ടും പിന്നെ കൊതി മാറില്ലേ? അതെന്തോരു കൊതിയായത്? ചോറ് കഴിക്കണ്ടേ? പാൽ കുടിക്കണ്ടേ? ആ അപ്പൊ നമുക്ക് അതൊക്കെ കഴിച്ചാ മതി കേട്ടോ. ഇത് വല്ലപ്പോഴും ഒരെണ്ണം. പോവാം. ഗൗരി, റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്ത് ഒന്നുമില്ലടോ.
ഞാൻ നേരത്തെ പിടിച്ച് തള്ളി വേദനിച്ച? ശ്ശേ, അങ്ങനെയൊന്നുമില്ല. പറ. ഇല്ലെന്നേ. പിന്നെന്തൊരു മൂഡ് ഓഫ്? എന്താ? ഇല്ലെന്നേ. പിന്നെ താൻ ഇവിടെ സെറ്റല്ലേ? ആടോ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എൻ്റെ ലൈഫിലേ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. താങ്ക്സ്. എന്തിനാ താങ്ക്സ്? താങ്ക്സ് പറഞ്ഞത് എൻ്റെ തീരുമാനം തെറ്റിയില്ലല്ല, അതുകൊണ്ട് ഒരു താങ്ക്സ് പറയണമെന്ന് തോന്നി. കണ്ണൊക്കെ നിറയണെന്ത് പറയേ? എന്താണെന്ന് പറ. കളിക്കാൻ വരുമോ? കളി വരാം. ഈ കുട്ടാൻ എന്തോറ്റി? നമ്മളെ കൂടെ ആരും കളിക്കാത്ത വേണ്ടി പോയതായിരിക്കും. അതന്നെ പോയത്. ആ രണ്ടുപേരും ഇവിടെ നിക്കണ്ട. എന്ത് മഴയത്ത് പോയി കളിക്കാനുള്ള ഗൂഢാലോചന ആയിരിക്കും അല്ലേ? അല്ല, പിന്നെ കളിക്കാൻ. കളിക്കാനോ? ആരുടെ? കുട്ടുവാന്റെ കൂടെ. കുട്ടവനെ ഇവിടെ ഇല്ലല്ലോ. കളിക്കാൻ വിളിച്ചപ്പോ നിന്നില്ല. നിന്നില്ലേ? മക്ക കാര്യമില്ലേ കളിക്കാൻ? ആരും വന്നില്ലേ? ഞാൻ വന്നാ മതിയാ? വന്നാ മതിയാ? കല്ലുകുഞ്ഞിനോ? വന്നേ വന്നേ, ഒരു ഉമ്മ വന്നേ, ഒരു ഉമ്മ വന്നേ. അക്ര ഉമ്മ, അക്കള ഉമ്മ. നമുക്ക് കളിക്കാം. എവിടെ കളിക്കണ്ടേ? മഴയത്ത് കളിക്കണ്ട. ഇപ്പൊ മഴ വരും. ആ പുറത്തിറങ്ങിയാലേ ഇപ്പൊ മഴ വരും. അവിടെയൊക്കെ ചെളിയാ. ഞാൻ പോയിട്ട് മറ്റേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. എന്നെടുത്തുണ്ടോ? എന്ത് സാധനം എടുക്കാൻ പോണേ? കഴിച്ചാൻ പോണോ? എന്ത് കഴിക്കാനാ പോണേ? എന്തെന്ന് കേക്കട്ടെ, ഒന്നുകൂടെ പറഞ്ഞേ. ചോറും കറി. ചോറും കറി അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാ പോരായിരുന്നു. ആ എന്ത് ഞാനാണ് ഉണ്ടാക്കുന്നേ? ഇത് അമ്മയാണോ? ഇതാരാ? എന്റെ കുട്ടി. അപ്പൊ ഇതാരാ? അപ്പൊ ഞാൻ ഇത് കുട്ടിയാണ്. ഇതെന്റെ അമ്മ, ഇതെന്റെ ചേച്ചി, ഇത് ഞാൻ അനിയത്തി. കളിക്കാം? ഇരിക്കേ. ഇന്നോ എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഊന്നുണ്ട്. ചോറ് തരോ അമ്മ? ചോറ് തരോ? എനിക്ക് ചോറാ. തോരനാണോ ഇത്? തോരനാണോ? അവയിലുതാ അവയില്. കഴിക്കട്ടാ? കൊയക്കട്ടാ? ഉപ്പും മുളകൊക്കെ ഉണ്ടോ ഇതിന്? ഉണ്ടോ? കഴിച്ചു നോക്കട്ടെ. കൊള്ളാം കൊള്ളാം, സൂപ്പർ. ചോറ് വേണോ? ചോറും പിന്നെ എന്താണ് കറി? കറി തോരനുണ്ട്, അവിയലുണ്ട്. പിന്നെ അമ്മ എന്തുണ്ട് വേറെ കറി? അച്ചാറുണ്ടോ? അച്ചാറുണ്ട്. തണുക്കണ ചൂടുവെള്ളത്തിലല്ലേ കുളിച്ചേ, പിന്നെ എന്താ തണുക്കണേ? ഇപ്പൊ പച്ചവെള്ളത്തിൽ കുളിച്ചെങ്കിൽ എന്ത് ചെയ്യുന്നു? മഴയല്ലേ? തോർത്തണം. തോർത്തിയില്ലല്ലോ, ഞാനല്ലേ തോർത്തിയത്. അതെ, തലയിലേ നീരിറങ്ങിയിട്ടുണ്ടെങ്കിലേ തുമ്മലൊക്കെ വരും. രണ്ട് കുറുമ്പത്തികളെ കുളിപ്പിച്ചെടുത്താ അമ്മ. ഓ പിന്നെ കുളിപ്പിക്കാണ്ട് പറ്റുമോ? അയ്യോ അങ്ങനെ ചോദിച്ചതല്ല. അമ്മയ്ക്ക് തിരക്കാതെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ചെയ്യുമായിരുന്നല്ലോ. അയ്യോ നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. എവിടെ ഓർഡർ ഇട്ടെ. ഇതാരാ ഇത്? നയൻതാരയാണോ? അല്ല, കല്ലുവാ. ഇതാരാ ഇത്? സുന്ദരി കുഞ്ഞാണോ? കുഞ്ഞിന് ജലദോഷം പിടിച്ച് കുളിച്ചപ്പോഴത്തേക്ക്. ഞാൻ പോകുന്നതിന്റെ പൊന്നോ. എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ വാങ്ങുമെന്ന് എന്തിനാണോ? എടി വെച്ചേ, സമയം എത്ര ആയെന്നറിയാവോ? നീ കഴിക്കുന്നില്ലയോ? ഓ അതൊക്കെ കഴിക്കും. എടി എല്ലാരും കഴിച്ചു. അമ്മ ഈ പിള്ളേരെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു സമാധാനായി. നീ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ജോലിയും ചെയ്ത് നടന്നാലേ എന്നെ പോലെ രോഗിയാവേ നീലു. അമ്മയ്ക്ക് എന്താ അസുഖം? മുട്ടുവേനല്ലാണ്ട് അമ്മയ്ക്ക് വേറെ അസുഖം എന്നുള്ളതായിട്ട് എനിക്കറിയില്ല. നിനക്കറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ, എനിക്കില്ലാത്ത രോഗങ്ങളൊന്നും ഇല്ല. ഭവാനിയെ പോലെ കൊളസ്ട്രോളും BP-യും ഷുഗറും ഒക്കെ ഉള്ള ആരുണ്ട്? ഇവിടെ വലിയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണതാണ് നല്ലത്. നീ എന്തോന്നൊക്കെയാ ശങ്കരായി പറയുന്നേ? അമ്മ
നമ്മളെപ്പോഴും ഈ വയ്യ 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 എന്നും പറയുന്ന എപ്പോഴും വയ്യാണ്ടാവും. ഇവിടെ ഞാൻ എന്ന് മുതൽ കാണുന്നു അന്ന് മുതലേക്ക് അവക്ക് വയ്യ വയ്യ മുട്ടുവേന ആറ്റിന്റെ കട പാടി. ഇന്ന് രാവിലെ രണ്ടാളും അമ്പലത്തിൽ പോയി വന്നപ്പോഴേ ഞാൻ പറഞ്ഞാണ് ആ സൗഹൃദം രാത്രി വരെ നിന്നാ ഭാഗ്യമൊന്ന് കേട്ടാ. ഞാൻ അങ്ങോട്ട് കയറി വരണോ? ഓ വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അമ്മ അവിടെ തന്നെ നിന്നോട്ടാ. ആഹാ സുന്ദരിയല്ല രണ്ടുപേരും. സുന്ദരിയാവെന്തോന്നിരിക്കണ്, അവര് പണ്ടേ സുന്ദരികളല്ലേ? അങ്ങനെയല്ല, ചേച്ചി ഒരുക്കിയപ്പോ എന്തൊരു പ്രത്യേക വകി. അതിന് പണ്ട് ഭവാനി കല്യാണത്തിന് വല്ലതും പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങണ കാണണം. എൻ്റെ പൊന്നെ, മണിക്കൂറുകളാണ് ഇവിടെ ഒരുങ്ങി വിളി ഇറങ്ങാനുള്ള താമസം. ഞാൻ എപ്പോഴാ ശങ്കര ഒരുങ്ങി പോയിട്ടുള്ളത്? എന്റെ പൊന്നോ, ഇനി ഇതും പറഞ്ഞ് രണ്ടുപേരും തുടങ്ങാൻ നിൽക്കണ്ട. ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. അതായത് എൻ്റെ ബാലുവിനെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് അന്നേരം ഇവരുടെ ഫാമിലിയും നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ. ആദ്യമായിട്ട് കാണുകയാണ് ശങ്കരണനും അമ്മയും. അന്ന് അവിടെ വെച്ച് ഇവർ അടികൂടി. ആ എന്തിനാന്ന് എനിക്കറിയത്തില്ല. എന്തിനായിരുന്നു അങ്ങോട്ടേ വരൂ. എന്തിനായിരുന്നു അണ്ണാ? അതിന് പ്രത്യേകിച്ച് കാരണമല്ലോ വേണോ? കുട്ടനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സാധന അതാണ്ട് ഈ ഭവാനി. എൻ്റെ പൊന്നെ, എന്തൊരു ദോടയും ഇതൊക്കെ ആയിരുന്നു അറിയാമോ? എനിക്ക് അപ്പോഴേ തോന്നി ഇത് നേരാമണ്ണം പോണ രക്ഷണമില്ല. എടാ സത്യം പറയടാ, നീ അന്ന് കുടിച്ചിട്ടല്ലേടാ പടവലത്ത് വന്നേ? തന്നെ ഞാൻ 2 എണ്ണേ അടിച്ചോളൂ. കൂടുതൽ അടിച്ചിരുന്നെങ്കിൽ ഭവാനി നീ ഏറലി. എന്തോ അടി ചിരിക്കുന്നേ? അല്ല, ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കും? ആണോ? എനിക്ക് ചിരി വരുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ചിരി വന്നു. എനിക്കേ അടുക്കള കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അതാ നല്ലത്. ഞാൻ പോണു, ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ പിന്നെ ഞാനും പോണു. സുന്ദരി. പണ്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ചേച്ചി എനിക്ക് മുടിയൊക്കെ കോതി തന്നു, പൗഡറൊക്കെ ഇട്ട്. പെട്ടെന്ന് ഓർത്തു, ചേച്ചി എനിക്ക് അതുപോലെ പൗഡറൊക്കെ ഇട്ട് തരും. എന്താ കുഴപ്പം? ഇപ്പിട്ട് തരാമല്ലോ. കേട്ടാ, നല്ല സുന്ദരനാക്കി തരാം കേട്ടാ. എന്തൊരു ഭംഗിയല്ലേ. അമ്മ ഒരുക്കി തന്നത് ഒട്ടുമാമന് ഇഷ്ടപ്പെട്ടാ? എന്റെ അമ്മ എന്നെ ഒരുക്കി തന്നത് ഇഷ്ടപ്പെട്ടാ? ഇതുപോലെയാണ് പണ്ടും ചെയ്തോണ്ടിരുന്നത്. ഇനി ഒരു പൊട്ടും കൂടെ തൊട്ട്. കണ്ണാടി പോയി ഒന്ന് നോക്കണേ. ഞാൻ നോക്കാം.